പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസറ്റിൻ്റെ ഇൻക്രീസ് ഡിക്രീസുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അവ എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ടിലും പുതിയ ബാലൻസ് ഷീറ്റും രേഖപ്പെടുത്തേണ്ടത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. ഇനി ബാക്കിയുള്ള ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദി ലയബിലിറ്റി, അൺറെക്കോർഡ് അസറ്റ്, അൺറെക്കോർഡ് ലയബിലിറ്റി, ഇതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ആദ്യം ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ലയബിലിറ്റി. തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റിയുടെ വിലയിൽ വർധനവുണ്ടാകുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ അവ ഡെബിറ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റിയുടെ മൂല്യത്തിൽ വർധനവുണ്ടാകുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ലയബിലിറ്റി. ആ ലയബിലിറ്റിയുടെ വർധനവുണ്ടായ തുക എത്രയാണോ അത്രയും തുക റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ലയബിലിറ്റിയുടെ വിലയിൽ വർധനവുണ്ടാകുമ്പോൾ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ലയബിലിറ്റി. റീവാലുവേഷൻ അക്കൗണ്ടിൽ ആ വർദ്ധിച്ച ലയബിലിറ്റി ഏതാണോ അതിൻ്റെ എത്ര രൂപയാണോ വർദ്ധിച്ചിട്ടുള്ളത് ആ തുക ഡെബിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിൽ ആ ലയബിലിറ്റിയുടെ പുതിയ വിലയാണ് രേഖപ്പെടുത്തുക. പുതിയ വില എന്ന് പറഞ്ഞാൽ പഴയ വിലയിൽ കൂടി എത്ര രൂപയാണോ വർദ്ധിച്ചിട്ടുള്ളത് ആ തുക കൂടി ചേർത്ത തുകയായിരിക്കും പുതിയ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റിയുടെ തുകയായി നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ലയബിലിറ്റിയുടെ വിലയിൽ വർധനവുണ്ടാകുമ്പോൾ അവ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, ഇതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, ക്വസ്റ്റ്യനിൽ കാണാം ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 60,000. അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു സൺട്രി ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി റീവാല്യൂഡ് അറ്റ് ₹66,000. സൺട്രി ക്രെഡിറ്ററുടെ റീവാല്യൂ എമൗണ്ട് എത്രയാണ്? 66,000 ആണ്. 66,000 രൂപയാണ് സൺട്രി ക്രെഡിറ്ററുടെ ഇപ്പോഴത്തെ മൂല്യം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്റർ പഴയ മൂല്യം എത്രയാണ്? 60,000. ഇപ്പോഴത്തെ വില 66,000 ആണ്. നമുക്ക് സൺട്രി ക്രെഡിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 66,000 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ലയബിലിറ്റി സൺട്രി ക്രെഡിറ്ററിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായത്? നമുക്കറിയാം 60,000 66,000 ആയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്? ഇൻക്രീസ് 6,000 അല്ലേ? 6,000 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. 66,000 രൂപ കൂടിയോ? ഇല്ല. 60,000 ഉള്ളത് 66,000 ആയി എന്ന് പറഞ്ഞാൽ 6,000 രൂപ ക്രെഡിറ്റേഴ്സിൽ വർധനവുണ്ടായി. അപ്പോൾ ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്ററിൻ്റെ വില എത്രയാണ് രേഖപ്പെടുത്തുക? അതിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണ്? പുതിയ വില 66,000. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ വില 66,000 എന്ന് രേഖപ്പെടുത്തണം. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. സൺട്രി ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് എത്രയാണ്? 12,000 അല്ലേ? ഇനി അതിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നു സൺട്രി ക്രെഡിറ്റേഴ്സ് വേർ അൺറെക്കോർഡഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ₹1,000. സൺട്രി ക്രെഡിറ്ററിൽ 1000 രൂപ റെക്കോർഡ് ചെയ്യാത്തതുണ്ട് എന്ന് പറഞ്ഞാൽ 1000 രൂപ കൂടി സൺട്രി ക്രെഡിറ്റർ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊരു അൺറെക്കോർഡ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം, അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ വിലയിൽ വർധനമായിട്ടും ഇതിനെ പരിഗണിക്കാം. കാരണം സൺട്രി ക്രെഡിറ്റർ ഓൾറെഡി ഉണ്ടല്ലോ. ഇതിൽ പറയുന്നു റെക്കോർഡ് ചെയ്യാത്ത ഒരു 1000 രൂപ കൂടി സൺട്രി ക്രെഡിറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? സൺട്രി ക്രെഡിറ്ററിൻ്റെ വിലയിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. എത്രയാണ്? 1,000. അപ്പോൾ അതെങ്ങനെ രേഖപ്പെടുത്തണം? റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്ററിൻ്റെ വില എത്രയായിരിക്കും? 12,000 ഉണ്ട്. റെക്കോർഡ് ചെയ്യാത്ത 1,000 കൂടി ചേർക്കുമ്പോൾ 13,000 രൂപയായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ റീവാലുവേഷൻ ലയബിലിറ്റിയുടെ ഇൻക്രീസുമായി ബന്ധപ്പെട്ട 2 ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ലയബിലിറ്റിയുടെ വിലയിൽ ഡിക്രീസ് ഉണ്ടാവാറുണ്ട്. ലയബിലിറ്റീസിൻ്റെ വിലയിൽ കുറവ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റിയുടെ മൂല്യത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ ജേണൽ എൻട്രി
ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അല്ലേ. ജേണൽ എൻട്രി എന്താണ്? ലാബിലിറ്റിയുടെ വിലയിൽ കുറവുണ്ടാകുമ്പോൾ ഏതൊരു ലാബിലിറ്റി ആണോ ആ ലാബിലിറ്റി ഡെബിറ്റ് ചെയ്യണം ടു റീവാലുവേഷൻ. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എവിടെ രേഖപ്പെടുത്തും? ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ? ലാബിലിറ്റിയുടെ വിലയിൽ കുറവുണ്ടാകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് രേഖപ്പെടുത്തും. ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ അപ്പോൾ ലാബിലിറ്റിയുടെ വില എങ്ങനെയായിരിക്കും രേഖപ്പെടുത്തുക? ലാബിലിറ്റിയുടെ വില രേഖപ്പെടുത്തുന്നത് പുതിയ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ അതിൻ്റെ പുതിയ വില എത്രയാണോ അതാണ് രേഖപ്പെടുത്തുക. പുതിയ വില ചിലപ്പോൾ എന്താണ്? പഴയ വിലയിൽ നിന്ന് എത്രയാണോ വില കുറഞ്ഞത് ആ കുറവ് എത്ര രൂപ കുറഞ്ഞു അത് കുറച്ചതിന് ശേഷമുള്ള തുകയാണ് പുതിയ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റിയുടേതായി രേഖപ്പെടുത്തുക. അപ്പോൾ ലാബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ആവാം? സൺട്രി ക്രെഡിറ്റർ ആവാം, ബിൽസ് പേബിൾ ആവാം, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ബാങ്ക് ലോൺ ആവാം, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആവാം. ഇതൊക്കെ സൺട്രി എന്താണ്? ലാബിലിറ്റികളാണ് അല്ലേ, വിവിധ തരത്തിലുള്ള ലാബിലിറ്റീസ് ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള ലാബിലിറ്റീസിൻ്റെ വിലയിൽ കുറവ് സംഭവിക്കുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതിൻ്റെ ജേണൽ എൻട്രി ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ നോക്കാം. നോക്കൂ, ലാബിലിറ്റീസ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 63,000 ഇത് കാണാം. അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു സൺട്രി ക്രെഡിറ്റേഴ്സ് ആർ ടു ബി വാല്യൂഡ് അറ്റ് ₹62,250. സൺട്രി ക്രെഡിറ്ററിൻ്റെ വില ഇപ്പോൾ എത്രയാണ്? 62,250 രൂപയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള വിലയോ 63,000 ആണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റിൻ്റെ വിലയിൽ എന്താണ് സംഭവിച്ചുള്ളത്? കുറവ് സംഭവിച്ചു അല്ലേ, ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. എത്ര രൂപ കുറഞ്ഞു? 63,000 നിന്നും 62,250 രൂപ കുറച്ചാൽ എത്ര രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്? 750 രൂപ കുറവ് സംഭവിച്ചു അല്ലേ. അപ്പോൾ ഒരു ലാബിലിറ്റിയുടെ വില കുറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സൺട്രി ക്രെഡിറ്റർ 750 രൂപ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്റർ അപ്പോൾ എത്രയാണ് രേഖപ്പെടുത്തുക? അതിൻ്റെ പുതിയ വില എത്രയാണ്? 62,250. അതായത് 63,000 നിന്നും 750 രൂപ കുറച്ച തുക. മറ്റൊരു ഉദാഹരണം നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നൊരു ലാബിലിറ്റി തന്നിട്ടുണ്ട് 2,000. അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ടു ബി ബ്രോട്ട് ഡൗൺ ടു ₹5,000. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 500 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയുണ്ടായിരുന്നത്? 2,000 രൂപയായിരുന്നു. അതിപ്പോൾ എത്രയായി കുറഞ്ഞു? 500 രൂപയായി കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എത്രയുള്ളൂ? 500 രൂപയുള്ളൂ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന ലാബിലിറ്റിയിൽ എന്ത് സംഭവിച്ചു? ഡിക്രീസ് ഉണ്ടായി. എത്ര രൂപയാണ് കുറഞ്ഞത്? 2,000 ഉള്ളത് 500 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്? 1,500 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 500 രൂപയല്ല കുറഞ്ഞിട്ടുള്ളത്, ബ്രോട്ട് ഡൗൺ ടു ₹500 എന്ന് പറഞ്ഞാൽ 500 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2,000 എന്നുള്ളത് ഇപ്പോൾ 500 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1,500 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എത്രയായിരിക്കും? അപ്പോൾ അത് എത്ര രൂപയായി കുറഞ്ഞപ്പോൾ? 500 രൂപ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 500 രൂപ. ഓക്കെ, മറ്റൊരു ഉദാഹരണം നോക്കാം. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 50,000 എന്ന് കാണാം. ഒരു 4 വ്യത്യസ്ത രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 4 കേസും കൊണ്ട് മീൻ ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. എന്താണ്? ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡ് ₹7,000 നോട്ട് ലൈക്ലി ടു ബി ക്ലെയിംഡ്. ക്രെഡിറ്റേഴ്സിൽ 7,000 രൂപ ഇത് ആവശ്യപ്പെടില്ല. An amount of ₹7,000 included in creditors is no longer a liability and will be returned back. ക്രെഡിറ്റേഴ്സുള്ള 7,000 രൂപ അതൊരു ലാബിലിറ്റി അല്ല, ഇനി ബാധ്യതയല്ല, അത് എഴുതി തള്ളണം. എ ക്രെഡിറ്റർ ഓഫ് ₹7,000 വിൽ നോട്ട് ക്ലെയിംഡ് ഹിസ് എമൗണ്ട്. ഒരു 7,000 രൂപയുടെ ഒരു ക്രെഡിറ്റർ അയാളുടെ തുക ആവശ്യപ്പെടില്ല അല്ലേ. ക്രെഡിറ്റേഴ്സ് വിൽ ബി റിട്ടേൺ ഓഫ് ബൈ ₹7,000. ക്രെഡിറ്റേഴ്സിൽ 7,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യണം. ഇവിടെയൊക്കെ വ്യത്യസ്ത ഒരേ എമൗണ്ട് വെച്ചുകൊണ്ടാണ് ഉദാഹരണങ്ങൾ നൽകിയത്. ഇവിടെ എല്ലാം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ക്രെഡിറ്റേഴ്സിൽ 7,000 രൂപ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ അത് അത്രയും രൂപ കുറഞ്ഞു എന്നാണ് അല്ലേ. അപ്പോൾ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ലാബിലിറ്റി എത്ര രൂപയാണ്? ഇവിടെ എല്ലാം 7,000 തന്നെയാണ്. 7,000 കുറവാണുള്ളത്. അപ്പോൾ വ്യത്യസ്തമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നൽകി. ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളിലൊക്കെ മീൻ ചെയ്യുന്നത് എന്താണ്?
ലാബിലിറ്റിയിലെ കുറവാണ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിലെ കുറവാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലാബിലിറ്റി അല്ലെങ്കിൽ ഒരു സൺട്രി ക്രെഡിറ്റിൽ കുറവുണ്ടാകുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ആ തുക നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ കുറവ് എത്രയാണ്? 7000 രൂപ. പുതിയ ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്റ് തുക എത്രയായിരിക്കും? 50,000-ൽ 7000 ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ 43,000 സൺട്രി ക്രെഡിറ്റർ ആയിട്ട് പുതിയ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് ₹10,000. അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു ക്ലെയിംസ് ഓൺ അക്കൗണ്ട് ഓഫ് വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് ഈസ് എസ്റ്റിമേറ്റഡ് ടു ₹2,500. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് അത് ലയബിലിറ്റി സൈഡിലെ ഒരു ഐറ്റമാണ്, 10,000 രൂപയാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ചപ്പെട്ട ഒരു റിസർവ് അല്ലെങ്കിൽ ഒരു ഫണ്ടാണെന്ത്? 10,000. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്ലെയിം എത്രയുള്ളൂ? നഷ്ടപരിഹാരം കണക്കാക്കുന്ന എത്രയുള്ളൂ? 2,500 ഉള്ളൂ. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ 10,000 ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ക്ലെയിം എത്രയുള്ളൂ? 2,500 ഉള്ളൂ. അപ്പോൾ എത്രയുടെ കുറവുണ്ടായിട്ടുണ്ട്? എത്ര കൊടുക്കേണ്ടതുള്ളൂ? 2,500 ഉള്ളൂ. ഫണ്ട് എത്രയുണ്ട്? 10,000 ഉണ്ട്. അപ്പോൾ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ലയബിലിറ്റി എത്രയാണ് വരുന്നത്? ദെൻ 7,500. അപ്പോൾ ഇങ്ങനെ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് നൽകി അതിനുമായി ബന്ധപ്പെട്ട ക്ലെയിം നൽകിയിട്ടുണ്ടെങ്കിൽ എത്രയാണ് അതുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസിൽ ഡിക്രീസ് ഉണ്ടായത്? ഇനി ഇൻക്രീസും വരട്ടോ. അപ്പോൾ 10,000 ഉള്ളത് അതുമായി ബന്ധപ്പെട്ട ക്ലെയിം 10,500 എന്ന് പറയുമ്പോൾ അവിടെ ഇൻക്രീസ് ഇൻ ദി ലയബിലിറ്റി ആയിട്ടാണ് നമ്മളത് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുറവാണുള്ളത് 7,500. അപ്പോൾ 7,500 രൂപ കുറഞ്ഞു. 10,000 ഉള്ളൂ. ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്രയുള്ളൂ? 2,500 ഉള്ളൂ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് 7,500 എന്ന് രേഖപ്പെടുത്തണം. ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എത്രയുണ്ടാവുള്ളൂ? 2,500. ഈ രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് 10,000. അഡ്ജസ്റ്റ്മെന്റ് പറയുന്നു ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 10%. ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 1,000. അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വേർ ഓവർ എസ്റ്റിമേറ്റഡ് ബൈ 1,000. ഈ കേസിലൊക്കെ മീൻ ചെയ്യുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത്? സൺട്രി ക്രെഡിറ്റേഴ്സിൽ 10% കുറഞ്ഞു, 1000 രൂപ കുറഞ്ഞു. 1000 രൂപ ഓവർ എസ്റ്റിമേഷനാണ്. യഥാർത്ഥത്തിൽ അധികമായിട്ട് നമ്മൾ കണക്കാക്കിയതാണ്. 1000 രൂപ അധികം കണക്കാക്കിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ അത്രയില്ല. അപ്പോൾ ഈ 3 കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ? ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് സൺട്രി ക്രെഡിറ്റർ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 10%. 10% കുറഞ്ഞു എന്നാൽ 10,000-ന്റെ 10% എത്രയാണ്? 1000 രൂപ. അല്ലെങ്കിൽ നേരിട്ട് തരികയാണ് ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 1,000. ക്രെഡിറ്റേഴ്സിന്റെ വിലയിൽ 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്. 1000 ആയി കുറഞ്ഞു എന്ന് അർത്ഥമാക്കരുത്, 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് 1000. അപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റേഴ്സിന്റെ വിലയിൽ 1000 രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ 1000 രൂപയുടെ കുറവാണ്. ദെൻ അപ്പോൾ സൺട്രി ക്രെഡിറ്റർ കുറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിലോ എത്രയാണ് കുറഞ്ഞത്? 10% കുറഞ്ഞു, 1000 കുറഞ്ഞു. 1000 ഓവർ എസ്റ്റിമേഷനാണ് എന്നൊക്കെ പറഞ്ഞാൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എത്രയുള്ളൂ? 10,000-ന് 1000 കുറച്ചു 9,000 രൂപ. അപ്പോൾ ലയബിലിറ്റിയുടെ ഡിക്രീസുമായി ബന്ധപ്പെട്ട പലവിധ എക്സാമ്പിളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ പുതിയ ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തുന്നത് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റീവാലുവേഷൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരാവുന്ന മറ്റൊരു ഐറ്റമാണ് അൺറെക്കോർഡഡ് അസറ്റ്. അല്ലേ? റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു അസറ്റ്. എന്താണ് റെക്കോർഡ് ചെയ്യപ്പെടാത്ത അസറ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താത്ത ഒരു അസറ്റ് പിന്നീട് കണ്ടെത്തുകയാണ്. നമ്മൾ ഏതൊരു അസറ്റും ലയബിലിറ്റി എല്ലാം എവിടെ കാണാൻ കഴിയും? ബാലൻസ് ഷീറ്റിൽ കാണാൻ കഴിയും. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്താത്ത ഒരു ഐറ്റം നമ്മൾ പിന്നീട് കണ്ടെത്തുകയാണെങ്കിൽ അതിനെയാണ് അൺറെക്കോർഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺറെക്കോർഡ് അസറ്റ് ഉണ്ടെങ്കിൽ അവ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അതേ ജേണൽ എൻട്രിയാണ്. എന്താണ്? അൺറെക്കോർഡ് അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഏതൊരു അസറ്റാണോ അൺറെക്കോർഡ് അസറ്റ് ആയിട്ടുള്ളത് ആ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ അൺറെക്കോർഡ് അസറ്റിൻ്റെ കേസിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. അൺറെക്കോർഡ് അസറ്റ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക.
ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധിക്കണേ, പഴയ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത ഒരു ഐറ്റമാണ് പിന്നീട് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ അൺറെക്കോർഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ ആ അൺറെക്കോർഡ് അസറ്റ് അതിൻ്റെ മുഴുവൻ തുകയിലും രേഖപ്പെടുത്തണം. ഒരു അൺറെക്കോർഡ് അസറ്റിൻ്റെ കാര്യത്തിൽ ഇത്ര രൂപ വർധനവുണ്ടായി, ഇത്ര രൂപ കുറഞ്ഞു എന്നൊന്നും അതിൻ്റെ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് അസറ്റ് അല്ല. എത്ര അൺറെക്കോർഡ് അസറ്റ് എത്രയാണോ അത്രയും തുകയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ എത്ര രൂപ അൺറെക്കോർഡ് അസറ്റ് ആണോ കണ്ടെത്തിയത് അത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തൊരു ഐറ്റം അൺറെക്കോർഡ് അസറ്റ് ഉണ്ടെങ്കിൽ പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ഇനി അൺറെക്കോർഡ് അസറ്റുമായി ബന്ധപ്പെട്ട് ചില ഉദാഹരണങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അൺറെക്കോർഡ് അസറ്റുമായി ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ₹1,000 നോട്ട് മെൻഷൻ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. 1000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റിൽ പ്രതിപാദിക്കാത്തത് അത് പരിഗണിക്കണം. അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇതൊരു അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ 1000 രൂപ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 കൂടി അതിൽ ഉൾപ്പെടുത്തണം. മറ്റൊന്ന് നോക്കാം, അൺറെക്കോർഡഡ് കമ്പ്യൂട്ടർ വാല്യൂഡ് അറ്റ് ₹4,800 നോട്ട് അപ്പിയറിംഗ് ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്താത്ത ഒരു അൺറെക്കോർഡ് കമ്പ്യൂട്ടർ 4800 ഉണ്ട്. അപ്പോൾ അൺറെക്കോർഡ് കമ്പ്യൂട്ടർ എന്താണ്? അപ്പോൾ കമ്പ്യൂട്ടർ എന്നൊരു ഐറ്റം റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിൽ കമ്പ്യൂട്ടർ എന്നൊരു ഐറ്റം 4500 രേഖപ്പെടുത്തുകയും വേണം. മറ്റൊന്ന് നോക്കൂ, അൺറെക്കോർഡ് ഡെപ്റ്റേഴ്സ് റെക്കോർഡ് ചെയ്യാത്ത 33,000 ഉണ്ട്. അപ്പോൾ മറ്റൊരു ഉദാഹരണം, അൺറെക്കോർഡ് അക്രൂഡ് ഇൻകം ഓഫ് ₹200 ടു ബി അക്കൗണ്ടഡ് ഫോർ. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ അക്രൂഡ് ഇൻകം ഒരു അസറ്റാണ്, ഒരു വരുമാനം കിട്ടിയിട്ടില്ല, അതിനെന്താ പറയുക, അസറ്റാണ്. അക്രൂഡ് ഇൻകം എന്ന് പറയുക അസറ്റാണ്. അപ്പോൾ അൺറെക്കോർഡ് അക്രൂഡ് ഇൻകം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതേ തുക നമ്മൾ എന്ത് ചെയ്യും വേണം, ബാലൻസ് ഷീറ്റിൽ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞ ആ ഐറ്റം എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. മറ്റൊന്ന് നോക്കാം, അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹6,000 ഈസ് ടു ബി ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട്. അൺറെക്കോർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ അതേപോലെ തന്നെ. മറ്റൊന്ന് നോക്കാം, അൺറെക്കോർഡ് ബിൽസ് റിസീവബിൾ ഓഫ് ₹1,000 വുഡ് ബി ബ്രോട്ട് ഇൻ ടു ബുക്സ് നൗ. ബിൽസ് റിസീവബിൾ 1000 രൂപ റെക്കോർഡ് ചെയ്യാത്തത് ഇപ്പോൾ ബുക്കിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ബിൽസ് റിസീവബിൾ എന്താണ്, ഒരു അസറ്റാണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിൽ 1000 രൂപ ബിൽസ് റിസീവബിൾ കാണിക്കുകയും വേണം. ഓക്കെ, മറ്റൊന്ന് നോക്കാം, അക്രൂഡ് ഇൻകം ഓഫ് ₹5,500 ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണെന്ന് ഞാൻ ഓർപ്പെടുത്തി, ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്താത്തത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അൺറെക്കോർഡ് അസറ്റാണത്. മറ്റൊന്ന് നോക്കാം, അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് അല്ലെങ്കിൽ അൺഎക്സ്പെയർഡ് ഇൻകം. അൺഎക്സ്പെയർഡ് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് ഓഫ് ₹1,000 ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു റെക്കോർഡ്. അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് 1000 രൂപ രേഖപ്പെടുത്താനുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്താം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു അസറ്റാണ് അല്ലേ. അപ്പോൾ അൺറെക്കോർഡ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. അപ്പോൾ അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് എന്നോ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ നൽകി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട ഒരു അസറ്റാണ്. അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിൽ ഈ ഒരു ഇപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 1000 രൂപ കാണിക്കുകയും വേണം. അപ്പോൾ അൺറെക്കോർഡ് അസറ്റിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അൺറെക്കോർഡ് അസറ്റ് എന്ത് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതിന് പുറമെ മറക്കാതെ ഒരു കാര്യം കൂടി ചെയ്തേക്കണം. എന്താണ്, പുതിയ ബാലൻസ് ഷീറ്റിൽ തയ്യാറാക്കുമ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം തന്നിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ടെങ്കിൽ പുതിയ ബാലൻസ് ഷീറ്റിൽ അൺറെക്കോർഡ് അസറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ടാവാം അല്ലേ. അൺറെക്കോർഡ് അസറ്റ് പോലെ തന്നെ അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ടാവും.
അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ലയബിലിറ്റി. ഏതൊരു ലയബിലിറ്റിയാണ് അണ്ടർ റെക്കോർഡ് ആയിട്ടുള്ളത്, അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ? അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി റെക്കോർഡ് ലയബിലിറ്റിയുടെ കേസിലും ലയബിലിറ്റി വർദ്ധിക്കുമ്പോഴൊക്കെ ഒരേ ട്രീറ്റ്മെൻ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി ഡെബിറ്റ് ചെയ്യണം. ഇനി അതിന് പുറമെ നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ ഒരു ലയബിലിറ്റി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പറയുന്നത് റെക്കോർഡ് ചെയ്യാത്തൊരു ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി കൂടി ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അണ്ടർ റെക്കോർഡ് ലയബിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചർച്ച ചെയ്തു. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിൽ അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി സൈഡിൽ ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ നോക്കാം. അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉണ്ടാവാറുള്ള ചില ഉദാഹരണങ്ങൾ നോക്കൂ. There being a claim against the firm for damages, liability to the extent of ₹1,000 should be created. ഡാമേജ് ഇനത്തിൽ എന്താണ്? ഒരു ക്ലെയിം, നമുക്ക് ഫേമിനെതിരെ ഒരു ക്ലെയിമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ₹1000 നമുക്ക് ബാധ്യതയുണ്ട്. അപ്പം എന്താണ്? ക്ലെയിം ഫോർ ഡാമേജസ് 1000. അതൊരു പുതിയ ലയബിലിറ്റിയാണ്. അപ്പോൾ ഡാമേജുമായി ബന്ധപ്പെട്ട് ഫേമിന് വന്നിട്ടുള്ള ഒരു നഷ്ടപരിഹാരം നമുക്ക് എത്ര കൊടുക്കാണ്ട്? ₹1000 കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു അണ്ടർ റെക്കോർഡ് ലയബിലിറ്റിയാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത ഒരു ഐറ്റം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നൽകി. അപ്പോൾ ₹1000 എന്താണ്? ക്ലെയിം ഫോർ ഡാമേജസ് ആണ്. അപ്പോൾ അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തും? ക്ലെയിം ഫോർ ഡാമേജസ് എന്ന് പറഞ്ഞ് ₹1000 രേഖപ്പെടുത്തുകയും വേണം. മറ്റൊന്ന് നോക്കാം. ലയബിലിറ്റീസ് വേർ വാല്യൂഡ് അറ്റ് ₹23,000. One bill for goods purchase have been omitted from books. ഉൽപ്പന്നം വാങ്ങിയ ഇനത്തിലുള്ള വാങ്ങിയ ബില്ലിനത്തിൽ നമ്മൾ ₹23,000 ബാധ്യത നമ്മൾ ബുക്സിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു അണ്ടർ റെക്കോർഡ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെയും എന്താണ്? ഒരു ലയബിലിറ്റി 23,000 ഉണ്ട്, അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി. അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ പുതിയ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ₹23,000 പർച്ചേസ് ഇനത്തിലുള്ള ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും വേണം. മറ്റൊരു ഉദാഹരണം നോക്കാം. There is an outstanding expense of ₹4,500 not yet recorded. റെക്കോർഡ് ചെയ്യാത്ത അവിടെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ട്. അതിൽ തന്നെ പറയുന്നത് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അൺറെക്കോർഡഡ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലയബിലിറ്റിയാണ് അല്ലേ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആയിട്ടുള്ള 4,500 റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ₹4,500 ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ പ്രൊവിഷൻ വുഡ് ആൾസോ ബി മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഓഫ് ₹9,500. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഇനത്തിൽ ഒരു പ്രൊവിഷൻ നമ്മൾ വേണം. അപ്പോൾ ഇവിടെയും റെക്കോർഡ് ചെയ്യാത്ത ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന ഇനത്തിൽ ഒരു പ്രൊവിഷൻ 9,500 വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണ്? ഒരു അൺറെക്കോർഡ് ലയബിലിറ്റിയുടെ ഉദാഹരണമാണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പുതിയ ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞുകൊണ്ട് 9,500 ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തുകയും വേണം. മറ്റൊന്ന് നോക്കാം. എ ക്ലെയിം ഫോർ ഡാമേജസ് ഫോർ ₹2,000 ഈസ് ഡിസ്പ്യൂട്ടഡ് ബൈ ദി ഫേം ആൻഡ് ഓൺ കോംപ്രമൈസ് ഇറ്റ് ഈസ് സെറ്റിൽ അറ്റ് ₹1,000. ഫേമിന് ₹2,000 ഒരു നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അതിൽ കോംപ്രമൈസ് ചെയ്ത് എത്ര രൂപയ്ക്ക് അത് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്? ₹1,000. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എത്ര രൂപക്കാണ് ബാധ്യതയുള്ളൂ? ₹1,000. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒരു അൺറെക്കോർഡ് ആയിട്ടുള്ള ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ക്ലെയിം ഫോർ ഡാമേജസ് എത്രയുള്ളൂ? 2,000 വേണ്ടിയാണ് തർക്കമുണ്ടായിരുന്നത്. പക്ഷേ എത്ര രൂപക്ക് സെറ്റിൽ ചെയ്തു? ₹1,000. അപ്പോൾ ഇവിടെ ലയബിലിറ്റി എത്രയുള്ളൂ? ₹1,000. അപ്പോൾ ക്ലെയിം ഫോർ ഡാമേജസ് 1000 റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം.
പുതിയ ബാലൻസ് ഷീറ്റിൽ ക്ലെയിം ഫോർ ഡാമേജസ് 1000 രൂപ ഉൾപ്പെടുത്തുകയും വേണം. മറ്റൊന്ന് നോക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് വേർ അൺറെക്കോർഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ₹1000. ഇത് നമ്മൾ ലാബിലിറ്റി ഇൻക്രീസുമായി ബന്ധപ്പെട്ടും ഇത് അവിടെയും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി ഇതിനെ ഒരു അൺറെക്കോർഡ് അസറ്റായിട്ട് നമുക്ക് പരിഗണിക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് റെക്കോർഡ് ചെയ്യാത്ത 1000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അൺറെക്കോർഡ് ലാബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ അത് ലാബിലിറ്റി റീവാലുവേഷൻ അക്കൗണ്ടിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1000 രൂപ രേഖപ്പെടുത്തണം. പുറമെ പുതിയ ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ തുകയോട് കൂടി 1000 രൂപ കൂടി ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ലാബിലിറ്റിയും അൺറെക്കോർഡ് അസറ്റും അൺറെക്കോർഡ് ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചില എക്സാമ്പിളുകളാണ് ചർച്ച ചെയ്തത്. ഈ എക്സാമ്പിളുകൾ മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ കൺഫ്യൂഷനുകൾ കുട്ടികൾക്കുണ്ടാവാറുണ്ട്. പരമാവധി അത്തരത്തിലുള്ള സംശയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി, നിങ്ങളുടെ പ്രയാസം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരം കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിലൂടെ ഒരു റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇതേപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഇനിയും ഉണ്ടാവും. എല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വളരെ പ്രാധാന്യമുള്ള ഉദാഹരണങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉദാഹരണങ്ങളിലൂടെ ഒന്ന് നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഇനി റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോംപ്രഹെൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്യേണ്ടത്. അതായത് ഒരു ബാലൻസ് ഷീറ്റും അഡ്ജസ്റ്റ്മെൻറ്റും നൽകിയതിന് ശേഷം റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളുടെ ഫൈനൽ എക്സാമിലൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് റീവാലുവേഷൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം ക്വസ്റ്റ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ള കാര്യം ഒരു ചെറിയ ക്ലാസ്സിലൂടെ നമുക്ക് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമൻ്റായി ഉന്നയിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.